ക്രിസ്തുയേശുവിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ ദൈവം കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന വിശേഷാൽ പ്രിയ പപ്പയും അമ്മയും ഒരിക്കൽ കൂടി കാണുവാൻ ദൈവം കൃപയ്ക്കായി സ്തോത്രം. അവിടെ യാത്രയെല്ലാം കൂടിയിരുന്നു. വീണ്ടും നമ്മുടെ മധ്യത്തിലേക്ക് ദൈവയച്ച വിശ്വസിക്കാതെ നമുക്ക് നന്ദി പറയാം. ഇന്ന് രാത്രി എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് അല്പനേരത്തെ ചിന്തകൾക്കായിട്ട് പത്രോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 16-ാം വാക്യം ഇന്നത്തെ വചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പീൻ. ഹല്ലേലൂയ. ഈ വാക്യം നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഇത് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇന്ന് രാത്രികാലം വീണ്ടും ഇതൊന്നോടെ ദൈവസഭയെ ഒന്ന് ഓർപ്പിക്കാൻ എനിക്ക് ദൈവാത്മാവിലൊരു നിയോഗമുണ്ട്. സ്തോത്രം. നമ്മുടെ അകത്ത് ഒരു സ്വാതന്ത്ര്യം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എവിടെ നിന്നാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയത്? ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരാണ്. വചനം പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ എന്ന് പറയാൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പുത്രത്വം, ഹല്ലേലൂയ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഹല്ലേലൂയ റകാജകൽക്കന പ്രൂഫാ. നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു പുത്രൻ എവിടെ ചെന്നാൽ അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. റകാജകൽക്കന ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ മേൽ വ്യാപരിക്കുന്ന പുത്രത്തിൻ്റെ അകത്ത് ഒരു ഫ്രീഡം വ്യാപരിക്കുന്നുണ്ട്? റകാജകൽക്കന. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വിശ്വസിച്ചോ. ഹല്ലേലൂയ. നമ്മളെവിടെ ചെന്നാലും കെട്ടു മുറുകത്തില്ല, നമ്മളെവിടെ ചെന്നാലും പ്രതികൂലം മുറുകത്തില്ല, നമ്മളെവിടെ ചെന്നാലും പിശാച് ബലം പ്രാപിക്കത്തില്ല. നമ്മൾ ചെന്നാൽ ചില പ്രശ്നങ്ങൾ അഴിയും, ചിലതിനെ അഴിച്ചു വിടാൻ ഹല്ലേലൂയ റകാജകൽക്കന ചില ഫ്രീഡം കൽപ്പിക്കാൻ റബലമനക, ചില അടിമത്തത്തിൽ നിന്ന് ചിലരെ പറഞ്ഞു വെക്കാൻ ദുഷ്ടന്റെ നുഖങ്ങളെ തകർക്കാൻ ചില അമിക്കയറുകൾ ഒടിക്കാൻ ചില ദുഷ്ട നുഖങ്ങളെ തകർക്കാൻ ഒരു അഭിഷേകത്തിന് ശക്തി നമ്മുടെ മേൽ അതുകൊണ്ടാ പറഞ്ഞ അഭിഷേകം നുഖങ്ങളെ ഇത് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നുണ്ട് അവർക്കുള്ള ദൂതായത്. നന്ദിയോടെ സ്തോത്രം. വചനം പറയുന്നു നമ്മുടെ മേൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം. ഗലാത്യലേഖനത്തിലൊക്കെ പറയുന്ന കാര്യമുണ്ട്. അവർ നമ്മുടെ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തെ റകാജകൽക്കന ഉറ്റുനോക്കാൻ വന്നവരെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നന്ദിയോടെ സ്തോത്രം, ക്രിസ്തുവിലുള്ള ഒരുവൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഫ്രീഡമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തുടരുത്, പിടിക്കരുത് എന്ന് പറയുന്ന ഹല്ലേലൂയ. ഈ പറയുന്ന പ്രമാണങ്ങൾക്കൊന്നും ക്രിസ്തുവിലുള്ളവൻ അടിമയല്ല. അവൻ്റെ മേൽ സ്വാതന്ത്ര്യം വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടോ? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, പല ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്. അതിൻ്റെ കളറ് കണ്ടാൽ നമുക്കറിയാം. ചിലതിൻ്റെ അകത്ത് വാട്ടറാണ്, ചിലതിൻ്റെ അകത്ത് ചില കെമിക്കലുകളാണ്, കാർബൺ ഡയോക്സൈഡ് പോലുള്ള ചില കെമിക്കലാണ്, ചിലതിൻ്റെ അകത്ത് ചില ഫോമാണ്, ചിലത് പൗഡറാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പല പല പർപ്പസ്, എല്ലാം തീയാ, പക്ഷേ തീ കെടുത്താനുള്ള സംഭവമാണ്, പക്ഷെ പല പർപ്പസിനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താ വെച്ചാൽ മരം കത്തുന്നിടത്ത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? കാർബൺ ഡയോക്സൈഡ് കൊണ്ടുവന്ന് അടിക്കരുത്. അവിടെ അടിക്കാൻ വെള്ളമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്ന ഒരു തീയാണെങ്കിൽ അവിടെ കൊണ്ട് വെള്ളം ഒഴിച്ചാലോ വേഴ്സാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആപ്റ്റായിട്ട് ഉപയോഗിച്ചാലേ അതാ വചനം പറയുന്നത്. കുഞ്ഞെ, നമ്മുടെ മേലൊരു സ്വാതന്ത്ര്യം വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വതന്ത്രം. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വാക്യമല്ലേ, തുടരുത്, പിടിക്കരുത് എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിൽ നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്തെന്ന് കൊലസിലെന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ വചനം എഴുതി വെച്ചുകൊണ്ട് എനിക്ക് എന്തും തൊടാം, എന്തും പിടിക്കാം. അതാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിലുള്ളവൻ അറിയാം ഏത് തൊടണം, ഏത് പേടിക്കണ്ടെന്ന്. പിന്നെ അതിനെപ്പറ്റി അവന് പേടിയില്ലെന്ന്. അതാ അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് എല്ലാത്തിനും കയറി വിഗ്രഹപ്രഭു എല്ലാം ചെന്ന് തിന്നാനല്ല ഈ പറയുന്നത്. ഒരു ദൈവത്തിന് വേർപെട്ടിരിക്കേണ്ട സാധനങ്ങളുണ്ട്. അത് പക്ഷെ ക്രിസ്തുവിലുള്ളവനോട് ആരും പറഞ്ഞു കൊടുക്കണ്ട. അവന് വേണ്ട അഭിഷേകം പറയും, കുഞ്ഞെ ഏതാ റൈറ്റ്, ഏതാ തെറ്റ്. ഈ സ്വാതന്ത്ര്യം വ്യാപരിക്കണമെന്നതിൻ്റെ അർത്ഥം. അന്ന് പറഞ്ഞ് ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്യരുത്? നമ്മൾ പാപം ചെയ്യാൻ എന്ത് ചെയ്യരുത്? മറയാക്കരുത്. സ്തോത്രം.
എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായും. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഈ ദാസ്യത്വം പറയുമ്പോൾ നമുക്ക് എന്തില്ല, നമുക്ക് വലിയ സന്തോഷമില്ലാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്രന്മാരാണ്. പുത്രന്മാരാണെങ്കിൽ ആരാണ്? ദൈവേഷ്ടത്താൽ. പറഞ്ഞേ, കമോൺ. നമ്മൾ അവകാശികളാണ്. യെസ്, അതാ വാക്ക്. നമ്മൾ ദൈവേഷ്ടത്തിൽ അവകാശികളാണ്. പിന്നെ ദാസ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് അപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞേ, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞേ? എവിടെയാണ് ദാസ്യത്വം വ്യാപരിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ ഉപയോഗിക്കണം. സ്തോത്രം. ഞാൻ ഈ വചനത്തേക്ക് കിടക്കുന്നേക്കാൾ മുമ്പ് 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അന്നേരം നമുക്ക് അറിയാം. ഇത് എഴുതിയ പത്രോസ് അപ്പോസ്തലൻ തന്നെ 2 പത്രോസിന്റെ ലേഖനം എടുത്തേ. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. മതി. എനിക്ക് കിട്ടാനുള്ള വാക്യം കിട്ടി. അവിടെ എന്താ ചോദിച്ചാണേ? പത്രോസിനെ തന്നെ അഭിസംബോധന ചെയ്യുന്ന വാക്കെന്താ? നമ്മൾ ദാസൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാണക്കേടാ. പക്ഷെ വചനത്തിൽ ദൈവദാസൻ എഴുതി വെച്ചേക്കുക, യേശു ക്രിസ്തുവിൻ്റെ. ഞാനീ പറയുന്ന ഈ ദാസനെ പൊക്കിയെടുക്കാനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യൂദായുടെ ലേഖനം എടുത്തേ, 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. ആമീൻ. എവിടെയാ എന്താ എഴുതിക്കണേ? ഹല്ലേലൂയ. നന്ദിയോടെ യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം എടുത്തേ, 1-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചേ. ആമീൻ. കിട്ടിയല്ലോ. അപ്പൊ യാക്കോബ് പറയുന്നു, ഞാൻ ആരാണ്? ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. നോക്കിയേ, ഗലാത്യ ലേഖനത്തിൽ ഹല്ലേലൂയ. നിങ്ങൾ സ്വതന്ത്രരാണ്. ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരായിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് എഴുതി വെച്ച പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം എഴുതിയപ്പോൾ പറയുക, ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ്. റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം അങ്ങനെയാണ്. തീത്തോസിന്റെ ലേഖനം അങ്ങനെയാണ് വായിക്കേണ്ട. എല്ലാത്തിലും അഭിഷിക്തന്മാർ തങ്ങളെ തന്നെ അഭിസംബോധന ചെയ്യുന്ന വാക്ക്, ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരാ. അങ്ങനെയാണെങ്കിൽ ഈ ദാസത്തിൻ്റെ അകത്ത് എന്തോ ഇല്ലേ? എവിടെ ഈ ദാസ്യത്തിന് വ്യാപരിക്കണ്ടേ? ഹല്ലേലൂയ. റഗാജകൽക്കന. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ. റഗാജകൽക്കന. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ. റഗാജകൽക്കന. അവിടെ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ അനുസരിച്ച് പോരേണ്ടതിന്. 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം 16-ാം വാക്യം വായിച്ചു. അല്ല, 6-ന്റെ 16. 6-ന്റെ 16 കറക്റ്റാ. പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ദാസ്യത്വം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ ദാസന്മാരായി അനുസരിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമ്മൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ. എവിടെയാണ് നമ്മൾ ദാസന്മാരാകേണ്ടത്? ഒറ്റ കാര്യത്തിലാണ്, ദൈവത്തെ അനുസരിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ആരാ? ദൈവത്തിൻ്റെ ദാസന്മാർ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ മാത്രം എന്ത് ചെയ്യരുത്? നമ്മൾ അവകാശികളാണെന്ന് പറയരുത്. ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ, ദൈവം നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാറ്, അല്ലാതെ ഞാൻ മക്കനാണ് അല്ലെങ്കിൽ മക്കളാണെന്നുള്ള ആ അവകാശം വെച്ചിട്ടല്ല, മറിച്ച് ഒരു ദാസൻ എങ്ങനെ അനുസരിക്കുമോ അങ്ങനെ തന്നെ നമ്മൾ അനുസരിക്കുക. നമുക്കെന്നാ പറ്റിയെന്ന് പറയോ? നമ്മളെ ഈ ദാസ്യത്വം നമ്മൾ ഹല്ലേലൂയ പിശാചിന് മുമ്പിൽ വെളിപ്പെടുത്തും.
എന്നിട്ടോ നമ്മൾ ഈ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ എവിടെ കൊണ്ട് വെളിപ്പെടുത്തും? എന്നാൽ ദൈവസന്നിധി എന്ന് പറയാം, എനിക്കിത് വേണം, കാരണം ഞാൻ നിൻ്റെ മകനാണ്, അവകാശം പറഞ്ഞു മേടിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ആ അവകാശങ്ങളെ മുഴുവൻ നമ്മൾ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. പിശാച് പിശാചിന് മുമ്പ് പറയും, ഞാൻ ഏഴയാണ്, പുഴുവാണ്, എന്നെ വിട്ടു ഇല്ലേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാനും വരുന്നില്ല, നീ എന്നെ ഒന്നും ചെയ്യാൻ വരരുത്. ഇതാണോ വചനം പഠിപ്പിക്കുന്നത്? നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്ത് പറഞ്ഞാലും ഒരു ദാസൻ അനുസരിക്കുന്നത് പോലെ അനുസരിക്കാൻ ഞാൻ റെഡിയാ. തിരിഞ്ഞ് പൈശാചിക മണ്ഡലത്തിന് നേരെ നിൽക്കുമ്പോൾ അവിടെ പറയണം, വെളിപ്പാട് പുസ്തകം 5:5 പറയുന്ന പോലെ, യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം എൻ്റെ അകത്തുണ്ട്. ആമീൻ. എന്നെ ഭയങ്കരവും അതിശയകരവുമായി ദൈവം സൃഷ്ടിച്ചതാ. പിശാചേ, നിനക്ക് റഗാജകൽക്കന ഓ ഹല്ലേലൂയ റബാബനഗശകൽക്കന യഹൂദാ ഗോത്രത്തിലെ സിംഹം എൻ്റെ അകത്തുണ്ടെങ്കിൽ റഗാജകൽക്കന നിനക്ക് എൻ്റെ നേരെ നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലത്തിന് നേരെ അധികാരത്തോടെ നമ്മൾ എഴുന്നേറ്റിക്കണം. ഇത് രണ്ടും നമ്മളിന്ന് വെളിപ്പെടണം. അപ്പോൾ എവിടെയാണ് നമ്മുടെ അധികാരം വെളിപ്പെടുത്തേണ്ടത്? എവിടെയാണ് നമ്മുടെ പുത്രത്വം വെളിപ്പെടുത്തേണ്ടത്? പൈശാചിക മണ്ഡലങ്ങൾക്ക് നേരെ, ശത്രു മണ്ഡലങ്ങൾക്ക് നേരെ നമ്മൾ ധൈര്യത്തോടെ എഴുന്നേറ്റ് പറയണം, യഹൂദാ ഗോത്രത്തിലെ സിംഹം എൻ്റെ അകത്തുണ്ട്. ഒരു സിംഹം ഹല്ലേലൂയ ഹല്ലേലൂയ മുറ്റുകാട്ടിൽ പതിയിരുന്ന് തൻ്റെ ഇരയെ കണ്ട് മുരളുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ വാക്കുകളാ. എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടത്തെ കണ്ട് ഒരു സിംഹം എനിക്ക് ഒരു ഇരയെ കിട്ടിയല്ലോ എന്നോർത്ത് അവൻ ആ സട്ടക്കൂടെ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇടയന്മാർ അവിടെ കിടന്ന് തൻ്റെ ഇരുന്ന് വടിയെടുത്ത് നിലത്തിട്ട് പാറയിലിട്ട് അടിച്ച് കുറെ പടപട ശബ്ദം കേൾപ്പിച്ച സിംഹം പുറകിട്ട് പോവോ? അതാ സിംഹത്തിൻ്റെ പ്രത്യേകത. അവനതിനെ വകവയ്ക്കാതെ അടിച്ചു കയറി അവൻ്റെ ആടിനെ കൊണ്ടു. ഇതാ പൈശാചിക മണ്ഡലത്തിന് നേരെ ഒരു ദൈവവൈതലിൻ്റെ സ്റ്റാറ്റസ്. തിരിച്ച് ദൈവസന്നിധിയിൽ വീഴുമ്പോൾ നെടുമ്പാട് വീഴണം. അപ്പോൾ പറഞ്ഞു, കർത്താവേ, ഒരു ദാസനെ പോലെ അനുസരിക്കാൻ, കമോൺ റഗാജകൽക്കൻ, അനുസരണത്തിൽ ഒരു ദാസനാകാൻ എൻ്റെ യേശുവേ ഹല്ലേലൂയ. ഞാൻ ഈ പറയാം ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ആരൊക്കെ ഹല്ലേലൂയ ആ നിലവാരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവത്തിൻ്റെ അനുസരണത്തിൻ്റെ അകത്ത് പൂർണ്ണമായി നിൽക്കുന്ന ഒരു ദാസനെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൻ്റെ അകത്ത് ആ സെൻട്രൽ പോയിന്റ് അകത്ത് കയറി നിൽക്കുന്നോ, അവൻ്റെ മേലൊക്കെയാ ഈ നാളുകളിൽ ദൈവം ഭയങ്കരമായ നിയോഗങ്ങളെ പകരാൻ പോകുന്നത്. അവരെയാണ് ദൈവം ഈ നാളുകളിൽ അതിശക്തിയോടെ ഉപയോഗിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഈ തലമുറയിൽ ദൈവം എന്നെ ഒന്ന് ഉപയോഗിക്കണം, ദൈവം എന്നെ ഹല്ലേലൂയ റഗാജകൽക്കന അവൻ്റെ കയ്യിലെ മെരുങ്ങുന്ന ആയുധമായി എന്നെ ഉപയോഗിക്കണമെന്ന് എത്ര പേർക്ക് കൊതിയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് പറ, കർത്താവേ, അനുസരണത്തിനൊരു ദാസനാകാൻ. ബൈബിൾ എഴുതിയതേ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാ. യഹൂദ പാരമ്പര്യമുള്ള എഴുത്തുകാരെ കൊണ്ടാ ദൈവം എഴുതിച്ചത്. ഈ യഹൂദ പാരമ്പര്യത്തിൽ ഒരു ദാസൻ എന്താണെന്ന് യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തൊട്ട് താഴത്തേക്ക് വായിക്കുമ്പോൾ ഒരു ദാസൻ എങ്ങനെയായിരിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചോ. കേട്ടോ, നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വായിൽ നിന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരുത്തൻ ഒരു യജമാനന് ഒരു ദാസനുണ്ടെന്ന് വിചാരിക്കട്ടെ. അവൻ പകല് മുഴുവൻ വയൽ ഉഴുകവും മേയ്ക്കുകയും ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് തൻ്റെ യജമാൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ യഹൂദ പാരമ്പര്യമാണ് ആ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വരുന്നേ. യജമാനൻ ഒരിക്കലും പറയത്തില്ല, നീ ക്ഷീണിച്ച് വരുമല്ലേ, നീ വന്ന് എന്തെങ്കിലും കഴിക്ക് എന്നതാണോ പറഞ്ഞേ? അല്ല, നീ കയറി വന്നല്ലേ, അന്ന് അടുത്ത പണി പിടിച്ചോ, എന്താ എനിക്കുള്ള അത്താഴം ഒരുക്കിക്കോ, ദാസനോട് പറയും. ഹല്ലേലൂയ. എന്നിട്ട് ചോദിക്കുക, അങ്ങനെ എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് ഇതിലൂടെ അരകട്ടി എനിക്ക് എന്ത് ചെയ്യാം? പിന്നെ നീയും. ഇത് നീതിയാണോ യജമാനെ?
യഹൂദ പാരമ്പര്യത്തിലെ ഒരു ദാസന്റെ നിലവാരം ഇതാ. ഞാൻ നിങ്ങളെ പുതിയ നിയമത്തിൽ വന്നിട്ട് ഈ ദാസ്യത്തിൽ കെട്ടാനല്ല ഈ പറയുന്നേ, ഞാൻ അനുസരണത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് തല കയറാൻ വേണ്ടിയിട്ടാണ് പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ആ ദാസൻ, അടുത്ത വാക്യം പറഞ്ഞോ, ആമീൻ, ഹല്ലേലൂയ. തന്നോട് കൽപ്പിച്ച ദാസൻ ചെയ്തുകൊണ്ട്, നീ ഇപ്പം പറഞ്ഞതല്ലേ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് യജമാനൻ എന്നാ താങ്ക് യു കേട്ടോ, നീ ചെയ്തത് നല്ല എന്ന് പറയുമോ? അടുത്തൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളെന്ന് നിങ്ങളും പറവിൻ. യേശുവിൻ്റെ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഒരു പകൽക്കാലം മുഴുവൻ അധ്വാനിച്ചിട്ട് വന്ന ഒരുവനോട് അമ്മീൻ വന്നു കയറുന്ന ഭക്ഷണം കഴിക്കുന്ന നല്ല യജമാനൻ പറഞ്ഞേ, നീ വന്നതിന് ശേഷം അമ്മീൻ നീ എനിക്ക് ശുശ്രൂഷ ചെയ്യ്, എന്നിട്ട് പോയി കഴിക്കുക. ഇത് പറഞ്ഞിട്ട് ഹല്ലേലൂയ റഖാജകൽക്കന. ഇതാണ് അമ്മീൻ വചനം പഠിപ്പിക്കുന്ന ഒരു ദാസൻ്റെ അമ്മീൻ സ്റ്റാറ്റസ്. ഇവിടെ വചനം ചോദിക്കുക, ഇങ്ങനെ പറയുമ്പോൾ ഈ ദാസനോട് ദാസൻ തിരിച്ച് യജമാനോട് ചോദിക്കൂ, അല്ല ഞാൻ ഇത്രയും ദിവസം ഇത്രയും നേരം വയൽ കഷ്ടപ്പെട്ടിട്ട് വന്നതല്ലേ, നിനക്ക് എന്നോട് ദയയില്ലേ, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ പോരെ? ചോദിക്കാൻ പറ്റുമോ? പറ്റുമോ? വചനം പഠിപ്പിക്കുന്ന ദാസന് റൈറ്റില്ല. തിരിച്ചു ചോദ്യം ചോദിക്കാൻ ദാസന് റൈറ്റില്ല. നിന്റെ സ്റ്റാറ്റസ് എന്നാ യജമാനൻ അറിയണ്ട, നിന്റെ അവസ്ഥ എന്നാ യജമാനൻ അറിയണ്ട. എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളതാ ഒരു ദാസൻ്റെ റെസ്പോൺസിബിലിറ്റി. വചനം പഠിപ്പിക്കുക, അനുസരണത്തോടുള്ള ബന്ധത്തിൽ നീ ദൈവത്തിൻ്റെ ദാസനാകണം. ഞാൻ ഈ പറയാം ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ അനുസരണം അകത്തളങ്ങളിൽ എത്രത്തോളം വെളിപ്പെടുമോ അത്രത്തോളം പുത്രത്വം പുറത്ത് ശത്രുമണ്ഡലത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നു? ഓ റഖാ ജഗൽക്കന, ഈ ദേശം ദൈവത്തിന്റെ മഹത്വം കാണും നമ്മളിലൂടെ. എപ്പോഴാണെന്ന് മനസ്സിലായോ? നമ്മൾ എപ്പോൾ ഈ അനുസരണത്തെ അകത്ത് കയറുമോ, എപ്പോൾ ഒരു ദാസനെ പോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമോ? ഓ കമോ റഖാ ജഗൽക്കന ഓ റിയാ തലബൽക്കമാന. ഇന്ന് പാർക്കാൻ ഒന്ന് പ്രാർത്ഥിച്ച് റഖാ ജഗൽക്കന, കർത്താവേ ആ അനുസരണത്തിന് ഒരു ദാസനെ പോലെ അനുസരിക്കാനുള്ള കൃപ. പൗലോസ് പറയാ, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ മുഴുവൻ പറഞ്ഞു, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ദാസന്മാരാ. പകൽക്കാലം രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ച്, എന്തിനാ ദൈവസഭയെ നമ്മളെ ദൈവം വിളിച്ചത്? ദൈവം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിൽ ഹല്ലേലൂയ ഒരു ദാസൻ്റെ നിലവാരത്തിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവസഭ കയറണം. എന്നിട്ട് പറ, കർത്താവേ അങ്ങ് എന്ത് പറഞ്ഞാലും. റോമാലേഖനത്തിൽ ചോദിക്കുന്ന വാക്യമുണ്ട്, ഉണ്ടാക്കിയവനോട് എന്നെ ഇങ്ങനെ മെനഞ്ഞതെന്ത് എന്ന് ചോദിക്കാമോ എന്ന് പറഞ്ഞാൽ, ഒരു കുശവൻ ഹല്ലേലൂയ, ഒരു കളിമണ്ണിന് കുശവനോട് ഹല്ലേലൂയ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തിനാ എന്ന് ചോദിക്കാൻ ഹല്ലേലൂയ റൈറ്റ് ഉണ്ടോ? റോമാലേഖനം വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ആ മണ്ണിനെ തൻ്റെ ഇഷ്ടപ്രകാരം മെനയാൻ കുശവന് മണ്ണിൻ്റെ മേൽ അധികാരമില്ലയോ? അങ്ങനെയാണ് ഈ നമ്മളാകുന്ന മണ്ണ് നമ്മുടെ ഇഷ്ടത്തിനല്ല, കയ്യിലെടുത്ത കുശവൻ്റെ ഇഷ്ടത്തിന് പണിയാൻ കുശവൻ അധികാരമുണ്ട്. ഇന്ന് പൽക്കാലം വെളിപ്പാടിനകത്ത് കയറിക്ക് ഹല്ലേലൂയ, എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാനല്ല ഡിസൈൻ ചെയ്യുന്നത്. വചനം പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങളിനി താന്താങ്ങൾക്കുള്ളവർ അല്ല എന്നും, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയവനുള്ളവരെന്ന് നിങ്ങളെ തന്നെ ഹല്ലേലൂയ റകാജകൽക്കന എണ്ണിക്കൊള്ളുവിന്. എൻ്റെ അർത്ഥം ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മളെ ഒരു വിലയ്ക്ക് വാങ്ങിയതാ. എപ്പോഴാണ് നമ്മുടെ അകത്ത് ഈ അഹങ്കാരവും നകളവും ഒക്കെ വരുന്നത്? നമ്മൾ ആരൊക്കെയോ ആണെന്നുള്ള ചിന്ത. പക്ഷെ വചനം പറയുന്നു, നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാ. വിലയ്ക്ക് വാങ്ങിയപ്പോൾ പിന്നെ വിലയ്ക്ക് വാങ്ങിയവൻ്റെ റൈറ്റാ വിലയ്ക്ക് വാങ്ങിയതും കൊണ്ട് എന്ത് ചെയ്യണമെന്ന്. ദൈവം ഒരു പറഞ്ഞാൽ ഞാൻ പോകും, ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. വചനം പറയുന്നു, നന്ദി ദൈവത്തിൽ നിന്ന് നന്ദി ഹല്ലേലൂയ പ്രതീക്ഷ കൊണ്ടല്ല,
കാരണം ചെയ്യാൻ ഞാൻ റെസ്പോൺസിബിളാണ്. കാരണം ഐ ഹാവ് ബീൻ ബോട്ട്, ഞാൻ എന്നെ വിലയ്ക്ക് കൊടുത്തു. ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? എന്നെ കർത്താവ് വിലയ്ക്ക് കൊടുത്ത് മേടിച്ചാന്ന് ഉറപ്പുള്ള ആമി കാൽവറി തങ്കരക്തം തന്ന് ഉറകാജ് അവസാനത്തെ തുള്ളി രക്തവും എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന് എന്നെ വില കൊടുത്ത് മേടിച്ചതാ. ഇനി ഹല്ലേലൂയ നമ്മൾ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഞാൻ ആക്കി വെച്ചതാ. അതുകൊണ്ട് ഇനി പൈശാചിക മണ്ഡലത്തിൽ ഇട്ട് കളിക്കാൻ അവന്റെ കയ്യിലെ പന്തല്ല ഞാൻ, മറിച്ച് എന്നെ ഒരുവൻ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ഇനി അവന്റെ വകയാണ് ഞാൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ ജീവിതം ഹല്ലേലൂയ എന്റെ ഇഷ്ടത്തിനല്ല, എന്നെ വിലക്ക് കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയവന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളതാ. എന്റെ ജീവിതം ഇനി എന്റെ ഇഷ്ടത്തിനല്ല, എന്നെ വില കൊടുത്ത് വാങ്ങിയവന്റെ ഇഷ്ടത്തിനുള്ളതാ. ദാസ്യത്വം ഹല്ലേലൂയ റബലബലബ ശംദലാദി അരഗാജകൾ. ഈ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വന്നേ. 21-ാം അധ്യായം അവിടെ ഹല്ലേലൂയ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു കഴിഞ്ഞിട്ട് ആ ന്യായപ്രമാണത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം മോശയോട് പറയുന്ന വാക്കുകൾ അത് അവിടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത്. താഴത്തേക്ക് വായിച്ചോ. ഇത് ഹല്ലേലൂയ ശബത്ത് വർഷത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ദൈവം പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന് 7 വർഷം കൂടുമ്പോൾ ശബത്ത് വർഷമാണ്. ഓരോ 7 വർഷം കൂടുമ്പോഴും ഈ ദാസനെ വിലയ്ക്ക് വാങ്ങിയവരും പറഞ്ഞില്ലേ, ഒരു എബ്രായ ദാസനെ ഒരുവൻ വിലയ്ക്ക് വാങ്ങിയാൽ 7-ാം വർഷം എന്താണ്? അവൻ്റെ റിലീസിൻ്റെ വർഷമാണ്. 6 വർഷം ജോലി ചെയ്യിക്കാൻ എന്തുള്ളൂ? റൈറ്റുള്ളൂ, പ്രമാണമുള്ളൂ. ആ 7-ാം വർഷം അവനെ എത്ര വില കൊടുത്ത് എത്ര പ്രമുഖനായി മേടിച്ചതെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം 6 കൊല്ലം ജോലി ചെയ്താൽ മതി. 7-ാം കൊല്ലം അവൻ എന്താണ്? ഫ്രീയാ. ഈ ശബത്ത് വർഷം നമ്മൾ പഠിച്ചാൽ ഒത്തിരി പഠിക്കാനുണ്ട്. ഈവൻ നമ്മൾ ഈ യഹൂദൻ്റെ ലാൻഡ് ഒരുവൻ മേടിച്ചാൽ 7 വർഷം കൂടി 49 വർഷം കൊടുക്കുമ്പോൾ ഒരു ജൂബിലി വർഷമുണ്ട്. ജൂബിലി വർഷം വരുമ്പോൾ ഇനി എത്ര പൊന്നും വില കൊടുത്ത് മേടിച്ചാണെങ്കിലും ആ ലാൻഡ് തിരിച്ചെന്ത് ചെയ്യണം? അവന് തിരിച്ചു കൊടുക്കണം. ഇതാ യഹൂദൻ്റെ ശബത്ത് വർഷം. ഒത്തിരി പഠിക്കാനുണ്ട്. അവിടെ പോട്ടെ. ഞാൻ ഇത് 7-ാം വർഷമുള്ള ശബത്ത് വർഷത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ഒരു ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ എന്ത് ചെയ്തോണം? 7-ാം വർഷം അവനെ സ്വതന്ത്രനായിട്ട് വിട്ടോണം. ഇനി അടുത്ത ട്വിസ്റ്റ്, ഇവന് ഭാര്യയും മക്കളുമായിട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ടുപോകാം. അഥവാ ഇവന് വേണ്ടിയിട്ട് യജമാനൻ ഒരു ഭാര്യയെ കൊടുത്തു, അതിൽ മക്കളും ഉണ്ടായെങ്കിൽ 7-ാം വർഷം ഇവൻ പോകുമ്പോൾ ഇവൻ മാത്രം പൊക്കോണം. ഈ യജമാനൻ കൊടുത്ത ഭാര്യയും അവരിൽ നിന്ന് ജനിച്ച മക്കളും യജമാനാവും. ശ്രദ്ധിച്ചോ? ഇനി ഒരു ദാസൻ പറയുകയാണ്, എനിക്ക് യജമാനെ വിട്ട് പോകണ്ട. 7-ാം വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ ചോയ്സാ, എനിക്ക് യജമാനെ വിട്ട് പോകണ്ട, ഞാൻ യജമാനോട് കൂടെ എന്നേക്കും ജീവിക്കാൻ ഞാൻ റെഡിയാണ്. അയ്യടാ പൊട്ടാ, നീ എന്ത് മണ്ടനാ? എടാ നിനക്ക് 7-ാം വർഷം വീട്ടിൽ പോയിക്കൂടെ? നിന്റെ സ്വതന്ത്രമായി പോയിക്കൂടെ? ഇവൻ പറയാ, എനിക്ക് യജമാനെ വിട്ട് പോകണ്ട. എനിക്ക് നല്ലൊരു ഭാര്യയെ തന്ന് നല്ല ജീവസഹായങ്ങൾ തന്ന് എന്നെ പൊന്നുപോലെ നോക്കുന്ന ഈ യജമാനെ വിട്ട് എനിക്ക് പോകണ്ട. ഈ യജമാൻ്റെ കൂടെ ജീവിച്ചാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സുരക്ഷിതരാണെന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ അവൻ പറയും, എനിക്ക് നിന്നോട്ട് പോകണ്ട. ഇങ്ങനെ ഒരു യജമാനത ഒരു ദാസൻ തീർത്തു പറഞ്ഞാൽ അവിടെ യജമാൻ അവനെ ദൈവസനിൽ കൊണ്ടു ചെന്നിട്ട്
കട്ടിലക്കാലിനോട് ചേർത്ത് വെച്ചിട്ട്, കട്ടിലയോട് ചേർത്ത് വെച്ചിട്ട് അവൻ്റെ ചെവി ഒരു സൂചി കൊണ്ട് തുളയ്ക്കണം. ഇങ്ങനെ തുളച്ചാൽ ആ ചെവിക്കകത്ത് എന്ത് വരും? ഒരു തുളയുടെ പാട് വീഴും. അത് മാഞ്ഞു പോകത്തില്ല. ആ പാടുള്ളിടത്തോളം കാലം അവനെ കണ്ടാൽ അറിയാം അവൻ ഏതോ യജമാൻ്റെ വകയ. അവൻ്റെ മേൽ വേറെ ആർക്കും പിന്നെ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല. അവനെ പിന്നെ എന്തെങ്കിലും തൊടണമെങ്കിൽ അവൻ്റെ യജമാനോട് ചോദിക്കണം. അവനെ വിളിച്ചോട്ട് പിന്നെ ഇങ്ങോട്ട് പാടാ അങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് ദാസനാണെന്ന് പറഞ്ഞ് ആട്ടാൻ ആർക്ക് റൈറ്റ് ഇല്ല. കാരണം അവൻ്റെ ചെവിക്കകത്ത് തുളയുണ്ട്. അഞ്ചാം വാക്യം എടുത്തവനെ. ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയും മക്കളെയും. എന്തിയാ നീ പോവാത്ത 7 വർഷം കഴിഞ്ഞിട്ട്? അവൻ പറയാ, എനിക്ക് ഈ യജമാനോട് സ്നേഹ, ഈ സ്നേഹത്തെ വിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ദാസന്മാരാരെങ്കിലും ഇതിനകത്തുണ്ടോ? പുതിയ നിയമം പഠിപ്പിച്ച ദാസ്യത്വം എന്താണെന്ന് മനസ്സിലായോ? അനുസരണത്തിൽ ദാസ്യത്വം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മേലൊരു ഭാരത്തിൻ്റെ കൊട്ട വെച്ച് തന്നിട്ട് ഇതനുസരിച്ചില്ല നിന്നെ കൊന്ന് കുഴിച്ചു മൂടി നരകത്തി വിടുന്ന് പറയുന്ന ദാസ്യത്തെ അല്ല പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അവൻ പറയാ, എനിക്ക് ഈ യജമാനോട് സ്നേഹ, ഈ യജമാനെ വിട്ട് എനിക്ക് പോകണ്ട. എന്തൊക്കെ എനിക്ക് നോക്കുമ്പോൾ ലോകം നോക്കുമ്പോൾ എനിക്ക് എന്തില്ല, സ്വാതന്ത്ര്യമില്ല. ഞാൻ ദാസന എന്നുള്ള പദവി എനിക്ക്, പക്ഷെ സാരമില്ല, എനിക്ക് എന്നാലും ഈ യജമാനോട് സ്നേഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ കാത് കമോൺ റഗ ചേർത്ത് തുളയ്ക്കാൻ ഞാൻ റെഡിയാ. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവത്തിന് ദാസന്മാരായിരിപ്പീൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ആ ഡെപ്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ ദാസ്യത്വം എവിടെ നിന്ന് കയറണം? ആ ദാസ്യത്തിൻ്റെ ബേസ് എന്താവണം? ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ അത് നിറഞ്ഞ സ്നേഹത്തിൽ നിന്ന് വേണം. അതല്ലേ റോമാലേഖനം 8-ാം അധ്യായം പഠിപ്പിച്ചേ. ന്യായപ്രമാണത്തിന് ജഡത്താളുടെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം പാപജനത്തിൻ്റെ സ്വരൂപത്തിലും പാപം നിമിത്തം അയച്ചു. അതിൻ്റെ അർത്ഥം പഴയ നിയമം മുഴുവൻ ദൈവം ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെടും. ഈ നിയമം മുഴുവൻ വെച്ചു കൊടുത്തിട്ട് ഈ ജനം തോറ്റുപോയി. ദൈവത്തിൻ്റെ ന്യായപ്രമാണം മനുഷ്യർക്ക് ആർക്കും നിവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ വചനം പറയുക, നീ ദൈവത്തെ അനുസരിക്കേണ്ടത് കിട്ടാൻ പോകുന്ന ശിക്ഷ പേടിച്ചോ, വെച്ചിരിക്കുന്ന നിയമത്തിൻ്റെ ആ നിയമം വെച്ചോ ആയിരിക്കരുത്. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് നിറഞ്ഞ ഇവിടെ നിങ്ങൾക്ക് ആ അടിമ അലിയ ദാസ്യത്വം എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് മനസ്സിലായാൽ, കാരണം ഇവന് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറഞ്ഞാൽ, ഈ നമ്മളൊരു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പക്ഷെ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട്, അല്ലേ? നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഴയാണ്, വയലിൽ പോകാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അവന് മൂടില്ല, അന്ന് വയലിൽ പോകണ്ട, ഇന്ന് അകത്തെ പണി എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു ദാസൻ വിചാരിച്ചാൽ, ഒരു ദാസന് അങ്ങനെ ഒരു എന്താ പറയണേ, ഒരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് അവനില്ല. ചോയ്സ് ഇല്ല. രാവിലെ എഴുന്നേറ്റ് അവൻ യജമാനൻ മുഖത്തേക്ക് നോക്കും. യജമാനൻ പറയുവാണ്, ഇന്ന് നീ വയലില്ല നിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ നേരെ തൂമ്പെടുത്തുകൊള്ളുക, പൊക്കൂളുക. ആ ദാസനാ പറയുന്നേ എനിക്ക് പോകണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ യജമാനൻ എത്ര നല്ലവനായിരിക്കണം എന്ന് പറഞ്ഞാൽ തൻ്റെ ദാസനെ റബാജകൽക്കന എത്ര കരുതലോടെ സ്നേഹിക്കുന്ന ഒരു യജമാനായിരിക്കും ഇത്. ചുമ്മാ പറയുമോ? നിങ്ങൾ ചിന്തിച്ചേ, ഇവനെ എന്നും കെട്ടിയിട്ട് പീഡിപ്പിച്ച് അവനെ എന്നും ചാട്ടവാർണ അടിച്ച് അവനെ കൊല്ലാക്കൊല്ല ചെയ്യിച്ച് അവനെ കൊണ്ട് ഞെക്കി അവൻ്റെ എനർജി മുഴുവൻ എടുക്കുന്ന ഒരു ദുഷ്ടനായ യജമാനാണെങ്കിൽ അവൻ നാളുകൾ എണ്ണും. 6 വർഷം എന്ന് തികയും, 6 വർഷം എന്ന് തികയും.
അല്ലേ? ഞാൻ പറയുന്നത് സെൻസും കിട്ടുന്നുണ്ടോ? പക്ഷെ ഇവിടെ ഒരുത്തം പറയുക, എനിക്ക് യജമാനോട്ട് പോകണ്ട. ഇന്ന് രാത്രി എനിക്കൊരു യജമാനെ പരിചയപ്പെടുത്താണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളോട് ദാസനെ പോലെ അനുസരിക്കാൻ പറയുമ്പോൾ എനിക്ക് ആ യജമാനെ പറ്റി പറയണം. ആ കമോ റഗാജകൽക്കന, അവൻ പറയുന്നു ഹല്ലേലൂയ, കുഞ്ഞെ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ഹല്ലേലൂയ, നീ വെള്ളത്തിൽ കൂടെ കടന്നാലും വെള്ളം നിന്നെ മുക്കിക്കളയാതെ, നീ തീയിൽ കൂടി കടന്നാൽ തീ നിന്നെ വെന്ത് കളയാതെ, കമോ നിന്നെ സൂക്ഷിക്കാൻ നിന്നെ എൻ്റെ കയ്യിൽ, ഉള്ളം കയ്യിൽ വരച്ച്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിന്നെ സൂക്ഷിക്കാൻ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്ന ഒരു നല്ല യജമാനന്റെ അകത്തുണ്ട്. അവനാ പറയുന്നേ നീ ദാസനെ പോലെ അനുസരിക്കാൻ. ഇന്ന് രാത്രി ആർക്കെങ്കിലും ആ ദാസൻ യജമാനെ പരിചയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഇന്ന് തീരുമാനത്തെ പുതുക്ക്. കർത്താവ്, എവിടെയെങ്കിലുമൊക്കെ ഞാൻ ദൈവത്തെ ഇഷ്ടം ചെയ്യുന്നതിന്, ദൈവത്തെ അനുസരിക്കുന്നതിന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഞാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ എന്നോട് ക്ഷമിക്കണേ അപ്പാ. പൂർണ്ണ സ്നേഹത്തിൽ, നിറഞ്ഞ സ്നേഹത്തിൽ നിന്നുകൊണ്ട് കർത്താവെ അങ്ങ് ഒന്ന് അനുസരിക്കാൻ, അങ്ങ് പൂർണ്ണമായി ഒന്ന് സ്നേഹിക്കാൻ അങ്ങ് പറയുന്നത് കർത്താവെ റഗാജകൽക്കന, അതൊരു ബാധ്യതയായിട്ടല്ല, അത് മുറുമുറുപ്പോടെയല്ല, പിറുപിറുപ്പോടെയല്ല, ചെയ്യണമല്ലോ എന്നുള്ള ചിന്താഗതിയോടെ അല്ല. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു തലമുറയിനകത്ത് എഴുതാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുസരണത്തിന് ദാസന്മാർ, നല്ല യജമാനന്റെ നല്ല ദാസനാകാൻ. യേശുവേ നന്ദി 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 നന്ദി. റഗജകൽക്കന റിയറ്റകലകലക റഗജകൽക്കന റിയാലബലബലബ ശംദൽകമ. പുതിയ നിയമം പറയുന്നു, ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ. പഴയ നിയമത്തിലെ ദാസൻ ചെവി തുളയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, വെളിപ്പാടുള്ളവൻ പുതിയ നിയമത്തിൽ കയറിയിട്ട് പറയുക, കാത് മാത്രമല്ല, എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ ആ ക്രൂശിനോട് ചേർത്ത് ക്രൂശിക്കാൻ ഞാൻ ഏൽപ്പിക്കും. നിർബന്ധം കൊണ്ടാണോ? നിർബന്ധം കൊണ്ടാണോ? സ്നേഹം കൊണ്ട്. തീർന്നില്ല. ക്രിസ്തുയേശുള്ളവർ ജഡത്തെ, അതിൻ്റെ രാഗമോഹങ്ങൾ, 5-ാം അധ്യായത്തിൻ്റെ, ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ 24-ാം വാക്യം, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ. ഇന്നുണ്ടോ പ്രിയപ്പെട്ട ഇതിൻ്റെ അകത്ത് ഒരു തലമുറ? ലഗൽക്കന, എനിക്കറിയത്തില്ല. എനിക്കിത് ഹല്ലേലൂയ റഗ പറയാൻ ഒത്തിരി ദൂതുകൾ പുറകെ കിടക്കുമ്പോൾ അറിയത്തില്ല. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാനുള്ള നിയോഗം. ഇന്ന് രാത്രി റഗാജകൽക്കന ഒന്ന് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എവിടെയെങ്കിലുമൊക്കെ ഞാൻ അനുസരണത്തിന് മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഇതെനിക്കൊരു ബാധ്യതയായി ഞാൻ കണക്കാക്കി പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ്, ഇത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്, ഇതൊക്കെ എനിക്കൊരു ഹല്ലേലൂയ റഗാജകൽക്കന എവിടേക്കോ എനിക്കൊരു ബാധ്യത പോലെ ഞാൻ ചെയ്തു പോയിട്ടില്ല. കപ്പാ, എന്നോട് ക്ഷമിക്കണേ കർത്താവേ. നിറഞ്ഞ സ്നേഹത്തിൽ നിന്ന് ഒരു ദാസനെ പോലെ അങ്ങ് അനുസരിപ്പാൻ, ഒരു നിറഞ്ഞ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദാസനെ പോലെ അങ്ങ്. ഹല്ലേലൂയ. എനിക്ക് ഫിലോമോന്റെ ലേഖനം തുടരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയവും പോയി. എന്നെ ദൈവാത്മ വേറൊരു നിലവാരത്തിലേക്ക് നയിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. റബാജകൻ, നിങ്ങൾ ഫിലോമോന്റെ ലേഖനം ഒന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന ആശയം കിട്ടും. നന്ദിയോടെ സ്തോത്രം. റഗാജകൽക്കന റിയറ്റകൽക്കന റബാലബൽക്കമാന. ഒന്ന് പ്രാർത്ഥിച്ച് രാത്രി കാലം. ഹല്ലേലൂയ. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, ഇതിനകത്തൊരു ദാസനെ പോലെ അനുസരിക്കുന്ന ചിലർ, ദൈവത്തെ ദാസനെ പോലെ അനുസരിക്കുന്ന ചിലർ. റഗാജകലക റഗജകൽക്കന റിഗേനിയാനക റഗജകൽക്കന റീബബവ റബൽക്കമാനിയ റഗാജകൽക്കന റിയന്തരബൽക്കമാന. അല്പനേരം നാവുകളൊന്ന് ചലിപ്പിച്ചോ. ഹല്ലേലൂയ. മനഃപൂർവ്വമായിട്ട് കർത്താവിനോട് നേൽപ്പിച്ചു കൊടുത്ത് ഷഗാനക റഗജകൽക്കന ഊറബബ ഷഖറബ നിയറഖ തിയനക റബല ബറബലബ റഗജകൽക്കന റിയറ്റകലക റഗ.
അനുസരിക്കുന്ന ഒരു തലമുറ റകാജകൽക്കന ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവസേനയിൽ ഉപവസിക്കുന്നത്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്, അമീൻ ഹല്ലേലൂയ വചനം വായിക്കുന്നത്, ആരാധിക്കുന്നത്, അമീൻ സഭായോഗത്തിന് കടന്നു വരുന്നത്, എല്ലാം നിറഞ്ഞ സ്നേഹത്തിൽ നിന്ന് അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരേ ഒരു വികാരം അമീൻ ദൈവത്തോടുള്ള സ്നേഹം മാത്രമാകണം. കൊലോസ്യ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഹല്ലേലൂയ ചുരുക്കമായിട്ടാണെങ്കിലും ആമീൻ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ ആമീൻ പറഞ്ഞു വന്നിട്ട് ആമീൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമീൻ ദാസന്മാരോടുള്ള ബന്ധത്തിൽ 22-ാം വാക്യം തൊട്ട് നോക്കി, ഇവിടെ ദാസന്മാരോട് പറയുക, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നോർത്ത് ആമീൻ. ദൃഷ്ടിസേവ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാനല്ല. ഹല്ലേലൂയ, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ആമീൻ മനുഷ്യർക്കല്ല, കർത്താവിനെന്ന പോകണം. ലബറബകൽക്കന അറിയാൻ ലബൽക്കമാനം. ഫിലോമോന്റെ ലേഖനത്തിൽ ഹല്ലേലൂയ അവിടെ നമുക്കറിയാം, ഫിലോമോൻ്റെ ദാസനായിരുന്നു ഒനേസിമോസ് ഒരിക്കൽ ഫിലോമോൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അവൻ ചെന്ന് ചേർന്നത് തടവിലായി. അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ ലോകത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് അവൻ തടവിൽ പൗലോസ് ആയിരുന്ന തടവിൽ അവൻ തടവിലാക്കപ്പെട്ടു. പൗലോസ് തടവിലായത് സുവിശേഷ നിമിത്ത. പക്ഷേ ഒനേസിമോസ് ജീവിതത്തിൻ്റെ കുരുക്കിൽപ്പെട്ട തടവിലായത്. അവിടെ വെച്ച് പൗലോസിൻ്റെ വായിൽ നിന്ന് സുവിശേഷം കേട്ട് അവൻ രക്ഷിക്കപ്പെട്ടു. ഒനേസിമോസിനോട് ചോദിച്ചു, ഒനേസിമോസേ നീ എങ്ങനെയാണ് ലോകത്തിന് കുരുക്കിപ്പെട്ടെ? അവൻ പറയും, ഞാൻ ഈ ഇടയ്ക്ക് എപ്പോഴോ യജമാനെ വിട്ട്, എൻ്റെ യജമാനായ ഫിലോമോനെ വിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നിട്ടാ, തിരിച്ചൊരു കത്തുമായിട്ടാ ഒനേസിമോസിനെ പൗലോസ് പറഞ്ഞയക്കുന്നത്. നന്ദിയോടെ സ്തോത്രം. ഇവനെ നല്ല ദാസനായി കുറച്ച് നാളത്തേക്ക് നീ അവനെ വിട്ടുകൊടുത്തെങ്കിൽ എന്നേക്ക് അവന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മുടെ സഹോദരൻ കൂടിയാ ഇവൻ കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വിട്ടത്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ചിന്തിക്കുക, ഒനേസിമോസിനെ പറഞ്ഞു വിടുമ്പോൾ തടവിൽ നിന്ന് ഫിലോമോൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഹല്ലേലൂയ ഒനേസിമോസിന് മുഖത്തൊരു ഒരു ജാളിതയുണ്ട്. കാരണം അവനറിയാം ഞാൻ യജമാനെ വിട്ട് ഓടിപ്പോന്നവനാണ്. ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ യജമാനൻ എന്നെ സ്വീകരിക്കുമോ, അവന് വേണമെങ്കിൽ തല്ലാം, എന്നെ വേണമെങ്കിൽ തടവിലാക്കാം, എന്തൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള പേടിയോടെ പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കത്തിരിക്കുന്നുണ്ട്. പൗലോസ് എഴുതിയതാ, എൻ്റെ പ്രിയമാനായ ഫിലോമോനെ, ഈ വരുന്ന ഒനേസിമോസിനെ നീ സ്വീകരിക്കണം. ഇവന് എന്തെങ്കിലും നിനക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ തന്നു തീർത്തോളാം, എന്നാലും സാരമില്ല, ഇവനെ സ്വീകരിക്കണമെന്ന്. സ്തോത്രം. ആരെങ്കിലുമൊക്കെ ഇന്ന് ആ യജമാനെ വിട്ട് എവിടെയെങ്കിലും ദൂരത്തായി പോയെങ്കിൽ റഖാജകൽക്കന, ഞാൻ ആത്മാവിൽ ചിന്തിച്ചപ്പോൾ പൗലോസ് ഈ വാക്കുകളായിരിക്കാം ഒനേസിമോസെ പറഞ്ഞത്. ഒനേസിമോസെ, നീ ഫിലോമോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഫിലോമോനിനെ സ്വീകരിക്കും. നീ ഇപ്പോൾ സഹോദരനാ. ക്രിസ്തുവിൽ നീയും ഫിലോമോനും ഒരേപോലെ സഹോദരനാ. പക്ഷേ നീ അവനെ സേവിക്കുമ്പോൾ മനുഷ്യർക്കെന്ന പോലെ ദൃഷ്ടിസേവ ചെയ്യരുത്. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നോർത്ത് കർത്താവിന് എന്ന വണ്ണം നീ അവനെ സേവിക്കണം. ഹല്ലേലൂയ. യജമാനോട് പറയുന്ന വാക്കുകൾ അടുത്ത 4-ാം അധ്യായത്തിന് താഴെ തൊട്ട് ഹല്ലേലൂയ അവിടെ പറയുന്ന, യജമാനന്മാരെ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനം ഉണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. ഹല്ലേലൂയ. ഇതായിരിക്കാം ഫിലോമോനോട് പൗലോസിന് പറയാനുള്ള വാക്ക്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നന്ദിയോടെ സ്തോത്രം. എവിടെയെങ്കിലുമൊക്കെ യജമാനെ വിട്ട് ദൂരത്ത് പോയി ലോകത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് ഹല്ലേലൂയ ഇനി എനിക്കൊരു മടങ്ങി വരവില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിൽ ഇനി എനിക്കൊരു മുന്നേറ്റം ഉണ്ടാക്കത്തില്ല, എവിടെയൊക്കെയോ ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ തടവിൽ വെച്ച് പൗലോസിനെ കണ്ടതുപോലെ ഇന്ന് രാത്രി ഇവിടെ ഒരുത്തൻ ഇറങ്ങി വന്നിട്ടുണ്ട്, ഒരുവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്.
യജമാനെ വിട്ട് ദൂരെ പോയോ, സാരമില്ല, നിൻ്റെ അകത്ത് ഞാനൊരു കത്ത് തരാം. നീ മടങ്ങിച്ചെല്ല്. നിന്നെ സ്വീകരിക്കുന്ന ദാസനായിട്ടല്ല, നിന്നെ സഹോദരനായിട്ട് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്ന സ്വർഗമുണ്ട്. ഇന്ന് എത്ര പേരൊന്ന് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവേ, എവിടെയെങ്കിലുമൊക്കെ ഞാൻ അനുസരണത്തിൽ വീഴ്ച പറ്റിപ്പോയെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഞാൻ ആ സാന്നിധ്യത്തിൽ വിട്ട് അകന്നു പോകുന്നെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ യജമാൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയെങ്കിൽ, ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ മടങ്ങി ഓരോ രാത്രിയാകണം. ഒരു ദാസനെ പോലെ ഒന്ന് അനുസരിക്കാൻ, ഒരു ദാസനെ പോലെ അങ്ങ് ഒന്ന് അനുസരിക്കാൻ. ദൃഷ്ടിസേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അല്ലപ്പാ ആമീൻ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് കർത്താവിനെ സേവിക്കുന്ന ഒരു ദാസനായി തീരാൻ, അനുസരണത്തിൽ ഒരു ദാസനായി തീരാൻ ഒന്ന് പ്രാർത്ഥിച്ചു. ശകലഗരഗജകൾ ലാബാറ കലാബ ഷബാറബ തിയറഗജകൾ കനാരിയ കലബറബലബ ലഗറഗജകൾ കന. ആമീൻ കർത്താവേ, എൻ്റെ ചെവി മാത്രമല്ല എൻ്റെ കണ്ണുകളും എൻ്റെ കാതുകളും എൻ്റെ നാവും, ഹല്ലേലൂയ, എൻ്റെ കൈകളും എൻ്റെ കാലുകളും എന്നെ മുഴുവനായി ആ ക്രൂശിൽ നിന്ന് അങ്ങോട്ട് ചേർത്ത് തറയ്ക്കാൻ ഞാൻ റെഡിയാണ്. ക്രിസ്തുയേശുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിൽ തറച്ചിരിക്കുന്നു. റകാജകൽക്കന റികലകൾ. ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് തയ്യാറാകും? എത്ര പേരൊന്ന് ദൈവങ്ങളെ കേൾപ്പിച്ചു ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കും. കർത്താവേ, പൂർണ്ണമായിട്ട് കർത്താവേ, എൻ്റെ ജഡത്തെ ഹല്ലേലൂയ പൂർണ്ണമായിട്ടൊന്ന് ആ ക്രൂശിനോട് ചേർത്ത് നാണിയടിക്കാൻ ഞാനിതാ ഏൽപ്പിച്ചു തീർന്നു. എത്ര നാവുകൾ ചലിക്കും, എത്ര നാദ്രങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. കർത്താവേ, ഒന്നൊന്ന് അനുസരണത്തിൽ ദാസനായി തീരാൻ. പഴയ നിയമത്തിലെ ദാസനെ ചെവി തുളച്ചവനെ കണ്ടാൽ അറിയാം ഇവൻ ഏതോ യജമാനന്റെ വകയാണെന്ന്. ഇന്ന് രാത്രി എന്നെ കാണുമ്പോൾ ലോകം പറയട്ടെ, ഇവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനാണ്. ഇവന്റെ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനാണ്. ഇവന്റെ മേൽ പൈശാചിക മണ്ഡലത്തിൽ പറയും, മാമിൻ എനിക്ക് അധികാരമില്ല. പൈശാചിക മണ്ഡലം പറയും, ഇവന്റെ മേൽ എനിക്ക് അധികാരമില്ല, കാരണം ഇവൻ വേറെ ഒരുവന്റെ വകയാണ്. കർത്താവേ, അങ്ങൊന്ന് അനുസരിക്കാൻ ഒറ്റ വാക്യം മാത്രം വായിച്ച് നിർത്താം. ഫിലിപ്പിയ ലേഖനം എടുത്ത് റഗാജകൽക്കന 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ റഗാജകൽക്കന റിയാൻഡകൽക്കന 15-ാം വാക്യം പറയുന്നു, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ലോകത്തിൽ ഏത് ഇരുട്ടിലും പ്രകാശിക്കുന്ന ജ്യോതിസിനെ പോലെ. റഗാജകൽക്കന. ഇതിൻ്റെ അകത്തുണ്ടോ അങ്ങനെ ഒരു തലമുറ? എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത് ആംപ്ലിഫൈഡ് വേർഷനിൽ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശക്തിയുള്ള വാക്കുകളാണ്. അവിടെ എഴുതിയിരിക്കുന്ന ദേ വിൽ ബി ലൈക്ക് എ ബീക്കൺ ലൈറ്റ്സ്. ഈ ബീക്കൺ ലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ആംബുലൻസിൻ്റെ ഒക്കെ ലൈറ്റില്ലേ, റഗാജകൽക്കന, അതിനെ ബീക്കൺ ലൈറ്റ് എന്ന് പറയുന്നത്. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർ ലോകത്തിൻ്റെ ഇടയിൽ ബീക്കൺ ലൈറ്റ്സ് ക്യാരി ചെയ്യുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ നീ ആ ലൈറ്റ് ഇട്ടുകൊണ്ട് ഏത് ട്രാഫിക്കുള്ള വഴിക്കടെ ചെന്നാലും നിൻ്റെ മുമ്പിലേക്ക് വഴി മാറും. കാരണം നീ ക്യാരി ചെയ്യുന്നത് ഇങ്ങനെ ക്യാരി ചെയ്യാൻ ഒരു തലമുറയാണ് ദൈവാത്മാവിൻ്റെ അത് വിളിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഞാനൊരു ജ്യോതിസിനെ പോലെ പ്രകാശിക്കും. ഈ ലോകത്തിൻ്റെ ഏത് ഇരുട്ടിലും ഏത് അന്ധകാരത്തിലും ആർക്ക് വഴിയില്ലെങ്കിലും എനിക്കതിനു വേണ്ടി ഒരു വഴി ഒരുങ്ങും. കാരണം ഞാൻ ലോകത്തിൽ ജ്യോതിസിനെ പോലെ പ്രകാശിക്കുന്നവനാണ്. ഞാൻ ജീവൻ്റെ വചനം പ്രമാണിക്കുന്ന അനുസരിക്കുന്നവനാണ്. ഇന്ന് രാത്രി ഈ വചനം എന്നോടാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്പനേരം നാവുകളെ ചലിപ്പിച്ച് ഒരു ദാസ്യത്തിന് വേണ്ടി ദാസൻ അനുസരിക്കുന്നത് പോലെ കർത്താവിനെ അനുസരിക്കാൻ. കർത്താവേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. റബലബൽക്കമാനിയ റഗജകൽക്കന റിയാൻഥറബൽക്കമാന റികൽക്കന. ആ നാവുകളെ ചലിപ്പിച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാൻ റെഡിയാകുന്നവർ ഒന്നുകൂടി ഒന്ന് കർത്താവിനോട് ചേർന്ന് പഴയ നിയമത്തിലെ ദാസൻ തന്റെ കാതിനെ തുളയ്ക്കാൻ ഏൽപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി കർത്താവേ, ഞാൻ എൻ്റെ ജഡത്തെ അതിന് രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിൽ തളയ്ക്കാൻ ഇന്ന് രാത്രി ഞാൻ ഏൽപ്പിക്കുന്നെന്ന് പറയുന്നവർ അല്പനേരം നാവുകളെ ചലിപ്പിച്ച് പ്രാർത്ഥിച്ച റഗാജകൽക്കന റിയാൻഥറബൽക്കമാന.
ഏൽപ്പിച്ചുകൊണ്ട് പ്രതിനിധിശ്വർ പ്രാർത്ഥിച്ചാട്ടെ. ആരാധിക്കുവാൻ നൽകിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നല്ലൊരു ആരാധന കർത്താവെ ഇവിടെ നിന്നതിനായി സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആ കേൾപ്പിച്ച നല്ല ദൂതനായി കർത്താവെ അങ്ങോട്ട് നന്ദി പറയുന്നു. അപ്പോൾ ആ സ്തോത്രം കർത്താവെ, ഹല്ലേലൂയ. അപ്പോൾ ആ മക്കളെന്ന അധികാരം വെച്ച് കർത്താവെ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാനും അപ്പോൾ ഒരു നല്ല ദാസനായി കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. നല്ല ദാസനായി കർത്താവെ ദൈവത്തെ അനുസരിക്കുവാൻ കർത്താവ് അതാരെങ്കിലും കാണിക്കാനോ ബോധിപ്പിക്കാനോ അല്ല. സ്നേഹത്തിൽ ദൈവത്തോടുള്ള ആ സ്നേഹം മുറുകെ പിടിച്ച് അപ്പോൾ ഒരു നല്ല ദാസനായി അവിടുത്തെ അനുസരിക്കുവാൻ കർത്താവെ അവിടെ ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങളല്ലപ്പാ, അവിടുത്തെ പർപ്പസ് എന്താണോ അതിനു വേണ്ടി നിൽക്കുവാൻ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ വചനം പറഞ്ഞ ദാസനെ കർത്താവ് കുടുംബമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചന വെളിപ്പാടുകളാൽ നിറയ്ക്കണം. അനേകർക്ക് കർത്താവേ ഹല്ലേലൂയ ദൂതായി അത് പ്രയോജനപ്പെടുവാൻ കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മടക്കിയ യാത്രയിൽ കർത്താവെ അവിടുന്ന് കൂട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനത്തെ നിയന്ത്രിക്കണം, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ എടുത്തൊരു സ്തോത്രം പറയാം. കർത്താവിന് സ്തോത്രം. ഇന്നത്തെ ദിവസം ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. ഞാനിതിങ്ങനെ നോക്കിയ സമയത്ത് 2023 ആഗസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വർഷം ഏപ്രിൽ 1 ഒരു ചൊവ്വാഴ്ച 1-ാം തീയതി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്തോത്രം. ഇന്ന് ഈ ഒക്ടോബർ മാസം, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം, ഇത് ഒരു തുടക്കമാണ്. ഇതൊരു സീസണിൻ്റെ തുടക്കം. രാമ്യം പറയാൻ പറ്റുമോ? ഒരു സീസണിൻ്റെ തുടക്കമാണ്. കർത്താവ് അങ്ങനെ പറയാനാണ് പറഞ്ഞത്, ഒരു സീസണിൻ്റെ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം. അമ്മേൻ അവൻ പറഞ്ഞ കവനൻ്റ് ഓഫ് മൈ പീസ്. കവനൻ്റാ അമ്മേൻ. ദൈവത്തിൻ്റെ എന്താണ്? കവനൻ്റാ. ഇനി എന്നതെല്ലാം സംഭവിച്ചാലും എന്തോ സംഭവിക്കും, കവനൻ്റിന് മാറ്റമില്ല. അങ്ങനെയാണ് ഒരു കവനൻ്റ് അമ്മേൻ ടൈം ഫ്രെയിമിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരികയാണ്. ഒരാമയം പറയാൻ പറ്റുമോ? സ്വതന്ത്രം. ഒരു കവനൻ്റ് ടൈം ഫ്രെയിം, അങ്ങനെ ആ വേടാകുന്നത് കവനൻ്റ് ടൈം ഫ്രെയിം ഇവരിൽ കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നു. ഒരാമയം പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്താലും വചനത്താലും ദൈവസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേൾപ്പിച്ച വചനം അമ്മ ഞങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചരുവാൻ, അനുസരണത്തിൽ ദാസനായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച്, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവ് നിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താലും വചനത്താലും ദൈവസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയുടേതായ സ്തോത്രം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് ഇസ്രായേൽ ടെൽ അവീവിൽ ഒരു ഭീകര